പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞ് ഇതിനൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിലേ വന്ന് ആ സെറ്റ് ചെയ്ത ക്വാണ്ടിറ്റി ഇത് ഫില്ലായി കിട്ടും എന്നുള്ളതാണ്. പിന്നെ ആ കറക്റ്റ് നമ്മൾ എവിടെയാണോ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്ത് ആ ക്വാണ്ടിറ്റി സെറ്റ് ആവുന്ന സ്ഥലത്ത് അത് നിൽക്കും. അടുത്തത് പിന്നെ പാക്ക് ചെയ്യും. അപ്പോൾ വളരെ പെട്ടെന്ന് ഫില്ലിങ്ങിന് വളരെ എളുപ്പമുള്ള ഒരു മെഷീനാണിത്. ഇന്നൊരു ലിക്വിഡ് ഫില്ലിംഗ് മെഷീനാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചേഴ്സ്, ഉദാഹരണത്തിന് പാല് നിർമ്മിക്കുന്നവർ, വെള്ളം നിറക്കുന്നവർ, വെളിച്ചെണ്ണ, എള്ളെണ്ണ, സോപ്പ്, ലിക്വിഡ്, ഹണി തുടങ്ങിയ ലിക്വിഡായിട്ടുള്ള ഐറ്റംസ് നിറക്കുന്ന ആളുകൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് അത്. ഇന്ന് ലേബേഴ്സ് എല്ലാം ഷോർട്ടേജ് ആയതുകൊണ്ട് പാക്ക് ചെയ്യുക എന്ന് പറയുന്നത്, ഫില്ല് ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. അതിന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു മെഷീനാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്, ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻ. അതായത് ഈ മെഷീൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് 100 ml തുടങ്ങി 1000 ml വരെ, അതായത് 1 ലിറ്റർ വരെയുള്ള ഒരേ സമയത്ത് 2 എണ്ണം ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വെച്ച് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിന് പെട്ടെന്ന് തുരുമ്പ് പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല എന്നുള്ളതാണ്. ഇതിന് സാധാരണ വലിയ പവർ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന 5 amps പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാം. പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞ് ഇതിനൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിലേ വന്ന് ആ സെറ്റ് ചെയ്ത ക്വാണ്ടിറ്റി ഇത് ഫില്ലായി കിട്ടും എന്നുള്ളതാണ്. പിന്നെ ആ കറക്റ്റ് നമ്മൾ എവിടെയാണോ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്ത് ആ ക്വാണ്ടിറ്റി സെറ്റ് ആവുന്ന സ്ഥലത്ത് അത് നിൽക്കും. അടുത്തത് പിന്നെ പാക്ക് ചെയ്യും. അപ്പോൾ വളരെ പെട്ടെന്ന് ഫില്ലിങ്ങിന് വളരെ എളുപ്പമുള്ള ഒരു മെഷീനാണിത്. ഇതിനാകുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ന്യൂമാറ്റിക് ആണ്. ന്യൂമാറ്റിക് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു കംപ്രസർ ഇതിനാവശ്യമാണ്. ഒരു 1 HP കംപ്രസർ ഉണ്ടെങ്കിൽ വളരെ സൗകര്യമായിട്ട് വളരെ കുറഞ്ഞ സ്പേസിൽ നിന്നുകൊണ്ട് തന്നെ ഇത്ര നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന മെഷീൻ വഴി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്നതാണ്. ഞങ്ങളുടെ അടുത്ത് വേറെ മെഷീൻ ഉണ്ട്. അത് കുറച്ച് വലുതാണ്. അതിപ്പോൾ മാർക്കറ്റിൽ അധികം പോകുന്നില്ല. അത് പണ്ട് എല്ലാവരും ഉപയോഗിച്ചിരുന്ന പോലെ തന്നെയുള്ള ഭയങ്കര വെയിറ്റ് ഒക്കെ ഉള്ളതാണ്. പക്ഷെ ഇത് വളരെ സിമ്പിളാണ്. ചൈനയിൽ നിന്ന് ഇതുപോലെയുള്ള മെഷീൻ വന്നതിൽ പിന്നെ ഇപ്പം എല്ലാവർക്കും ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത് പരിചയപ്പെടുത്തുന്നത്. ഇത് കൂടാതെ ഞങ്ങളുടെ അടുത്ത് ഇനി കുറച്ചും കൂടെ തിക്നെസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ, പേസ്റ്റ് പോലെയുള്ളതാണെങ്കിൽ ഇതേപോലെ തന്നെ മെഷീൻ നമുക്ക് അതിന് വേറൊരു മെത്തേഡിലുള്ള മെഷീൻ ഉണ്ട്. അത് ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അന്നേരം അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ തരാം. ഞങ്ങളുടെ വീഡിയോകളിൽ ഞങ്ങൾ ചുരുങ്ങിയ ചിലവിൽ ബിസിനസ് തുടങ്ങാൻ പറ്റാവുന്ന ആശയങ്ങൾ നിരവധി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാത്രമാണ് മെഷീനറിയുടെ ഞങ്ങൾ പർട്ടിക്കുലറായിട്ട് പറയുന്നത്. ഇത് ഏകദേശം ഇതിന്റെ കോസ്റ്റ് വരുന്നത് 59,000 ആണ്. എൻ്റെ ഓർമ്മ ശരിയാണ്. 59,000 പ്ലസ് GST ആണ് വരുന്നത്. ഒരു കംപ്രസറും കൂടെ വേണം എന്നുള്ളതാണ്. ഞങ്ങളുടെ മറ്റു വീഡിയോയിലെല്ലാം ഞങ്ങൾ അധികവും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കുറഞ്ഞ മുതൽ മുടക്കിൽ ബിസിനസ് തുടങ്ങാൻ പറ്റാവുന്ന 5,000 രൂപ മുതൽ തുടങ്ങാൻ പറ്റാവുന്ന നിരവധി ബിസിനസ് ആശയങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്കൊരു ബിസിനസ് ആശയം ഉരുത്തിരിഞ്ഞു വരും. അതിൽ നിന്ന് രണ്ടാമത്തെ ലെവലിലേക്കെല്ലാം വരുമ്പോൾ, വെളിച്ചെണ്ണ പോലെയുള്ള പ്രൊഡക്റ്റാണെങ്കിൽ നിങ്ങൾക്ക് പാക്കിംഗ് നീങ്ങാതെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മെഷീൻ ആവശ്യമായത് വരും. അതുകൊണ്ടാണ് ഈ മെഷീൻ്റെ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എല്ലാവരും 2 വട്ടം ആലോചിച്ചിട്ട് മാത്രം വാങ്ങാൻ പാടുള്ളൂ. കാരണം ഞങ്ങൾ എല്ലാ വീഡിയോയിലും പറയുന്നത് നിങ്ങളുടെ ജോലി തീരാതെ മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്ന സന്ദർഭത്തിൽ മാത്രം മെഷീൻ എടുക്കാനാണ് ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മെഷീൻ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് വാങ്ങാവുന്നതാണ്. ഞങ്ങളുടെ മറ്റ് വീഡിയോകൾ കാണുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.